ആകാശം മുഴുവൻ കറുത്ത മേഘങ്ങൾ. മഴത്തുള്ളികൾ മണ്ഡപത്തിൻ്റെ അലങ്കാര വിളക്കുകളിൽ വീണ് മിന്നിക്കൊണ്ടിരുന്നു. അകത്ത് ആഘോഷങ്ങൾ, പാട്ടുമേളങ്ങൾ, കളിച്ചിരികൾ, ബന്ധുക്കളുടെ നിർദ്ദേശങ്ങൾ. വലിയ LED സ്ക്രീനിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ പ്രീ വെഡ്ഡിംഗ് ഷൂട്ട്. എല്ലാവരും ഒറ്റ വാക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊരു മാച്ചാണല്ലേ! വരൻ സാധാരണക്കാരൻ അല്ലായിരുന്നു. കാർത്തിക് വലിയ ബിസിനസ്മാൻ. കേരളമൊട്ടാകെ ബിസിനസ് എംപയർ ബിൽഡ് ചെയ്ത ഒരാൾ. ലക്ഷറി ഷോറൂംസ്, ഹോട്ടൽസ്, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്. പണം ഉണ്ടായിട്ടും അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡില്ല. അദ്ദേഹം അധികം സംസാരിക്കില്ല. ചിരിയും കുറവ്. എപ്പോഴും കാം. എന്ത് പ്രശ്നം വന്നാലും മുഖത്ത് ടെൻഷൻ കാണിക്കാത്ത ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹമായിരുന്നു. ബ്രൈഡ് മാളവിക. ബ്രൈഡ് റൂമിൽ മിററിൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു മാളവിക. ലക്ഷറി സാരി, ജ്വല്ലറീസ്, തലയിൽ നിറയെ മുല്ലപ്പൂക്കൾ. പക്ഷെ മുഖത്ത് സന്തോഷമില്ല, ചിരിയില്ല. ആ കാര്യം മാത്രം ആർക്കും മനസ്സിലായില്ല. മാനസ, വീട്ടിലെ ഇളയ മകൾ, വളരെ ഇമോഷണൽ ക്യാരക്ടർ. ചേച്ചിയെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ച പെൺകുട്ടി. അവൾ മാളവികയുടെ മുടി ശരിയാക്കിക്കൊണ്ട് ചിരിച്ചു. ചേച്ചി ഇനി വലിയ വീട്ടിലെ മരുമകൾ. മാളവിക പോസ്റ്റ് ചെയ്ത് സ്മൈൽ ചെയ്തു. എക്സൈറ്റഡ് അല്ലേ? അതെ, പക്ഷെ ആ വാക്കിൽ സന്തോഷമില്ലായിരുന്നു. മാനസ് മിററിലൂടെ ചേച്ചിയെ നോക്കി. എന്താ ചേച്ചി, നെർവസ് ആണോ? മാളവിക തല കുനിച്ചു. അല്പം. അയ്യോ, കാർത്തികേട്ടൻ നല്ല ആളല്ലേ, പേടിക്കണ്ട. ആ പേര് കേട്ടപ്പോൾ മാളവികയുടെ മുഖം വീണ്ടും മാറി. പക്ഷെ മനസ്സ് ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് ഒരു ആൻറ്റി റൂമിലേക്ക് വന്നത്. ബ്രൈഡിനെ വേഗം റെഡിയാക്കൂ, മുഹൂർത്തം അടുത്തു. മനസ്സ് ഒന്നുകൂടി അവളെ ഒന്ന് ഒരുക്കി. എന്നിട്ട്, ചേച്ചി ഞാൻ ചൂടുള്ളൊരു കോഫി എടുത്തിട്ട് വരാം. ചേച്ചിയുടെ ടെൻഷനൊക്കെ മാറിക്കോളും. അവൾ പുറത്തേക്കിറങ്ങി. മണ്ഡപം മുഴുവൻ തിരക്ക്. ചിലർ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിൽ, മറ്റു ചിലർ ഫുഡ് കൗണ്ടറിൽ. പുറത്ത് നല്ല മഴ, അകത്ത് നല്ല കല്യാണ തിരക്ക്. അതിനിടയിൽ സ്റ്റേജിൻ്റെ അടുത്ത് നിൽക്കുന്ന കാർത്തിക്കിനെ കണ്ടപ്പോൾ മനസ്സൊരു സെക്കൻഡ് നോക്കി നിന്നു. വൈറ്റ് മുണ്ടും ഷർട്ടും, ഒരു വാച്ചും, സിമ്പിൾ ലുക്ക്, മുഖത്തൊരു കാംനെസ്. ആൾക്കാരോട് പൊളൈറ്റായി സംസാരിക്കുന്നു. ബിസിനസ്മാൻ ആയിട്ടും അതിൻ്റെ ഷോ ഒന്നുമില്ല. ചേച്ചി ലക്കിയാണ്, അവൾ മനസ്സിൽ ഓർത്തു. കോഫി എടുത്ത് ബ്രൈഡ് റൂമിലേക്ക് തിരിച്ചു വന്നു. ചേച്ചി, മാളവിക കരയുകയായിരുന്നു. മേക്കപ്പൊക്കെ നശിച്ചിരിക്കുന്നു. ജ്വല്ലറൊക്കെ ഊരി വെച്ചിട്ട് ഒരു സൂസൈഡ് കേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി, മാനസ് ഓടിയെടുത്തെത്തി. എന്താ സംഭവിച്ചത്? എന്തിനാ കരയുന്നേ? മാളവിക കണ്ണു നിറച്ച് അവളെ നോക്കി. അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. മാനസ, ഞാൻ പോകുന്നു. ഒരു നിമിഷം മാനസക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ ചേച്ചി, എന്തൊക്കെ ഈ പറയുന്നത്? മാളവിക മുഖം താഴ്ത്തി. എനിക്ക് വിവാഹം വേണ്ട. വാട്ട്? മാനസയുടെ ശബ്ദം ഉയർന്നു. നിനക്ക് വട്ടുണ്ടോ? മുഹൂർത്തത്തിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ. മാളവിക കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ശ്രമിക്കു നോക്കി മാനസ, പക്ഷെ കഴിയുന്നില്ല. എന്ത് കഴിയുന്നില്ല? മാളവിക കണ്ണ് താഴ്ത്തി. കാർത്തിക്കിനെ ഭർത്താവ് അക്സെപ്റ്റ് ചെയ്യാൻ. മാനസ ഫ്രീസായി അവിടെ നിന്നു. എന്താ? എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ് മാനസ. അവൻ്റെ സ്ഥാനത്ത് വേറെ ആരെയും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇതെല്ലാം കേട്ട് മാനസയുടെ ശരീരം തണുത്തുപോയി. ചേച്ചി, വീട്ടുകാരെ പേടിച്ച് ഞാൻ ഇതൊന്നും പറയാതിരുന്നതാണ്. അന്ന് വീട്ടിൽ ഈ ബന്ധം അറിഞ്ഞപ്പോൾ ഉണ്ടായ പുകൽ എന്തൊക്കെയായിരുന്നു. എന്നിട്ട് ഈ ലാസ്റ്റ് നിമിഷമാണ് ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത്. അവൻ പുറത്തുണ്ട്, എനിക്ക് പോകണം. മാളിക അവളുടെ കൈ പിടിച്ചു. പ്ലീസ്, അമ്മയോടും അച്ഛനോടും ഇപ്പോൾ പറയരുത്. ഞാൻ പോയി കഴിഞ്ഞിട്ട് പറയാം. ആൾ വേഗം ജ്വല്ലറീസ് റിമൂവ് ചെയ്തു. സൂട്ട് കേസ് എടുത്ത് പുറത്തേക്ക് നടന്നു. അടുത്ത 10 മിനിറ്റ് ഒരു കുടുംബത്തിൻ്റെ ജീവിതം അന്തസ് തന്നെ അവിടെ പാടെ തകർന്നു. ബ്രൈഡ് മിസ്സിങ്. അമ്മ കരയുന്നു. അച്ഛൻ്റെ BP കൂടി. പുറത്തെ ഗസ്റ്റുകൾ, വെയിറ്റിംഗ്സ്, ബിസിനസ് പാർട്ട്നേഴ്സ്, മീഡിയ, ഫോട്ടോഗ്രാഫേഴ്സ്. ഒരു സ്കാൻഡലാകാൻ സെക്കൻഡ് മാത്രം. ആ സമയത്ത് എല്ലാവരിൽ നിന്നും കാമായി നിന്നത് ഒരാൾ മാത്രം, കാർത്തിക്. അദ്ദേഹം സൈലൻ്റായി എല്ലാം കേട്ടു. ആരെയും ബ്ലെയിം ചെയ്തില്ല, ആരോടും ഷോട്ട് ചെയ്തില്ല. അവസാനം മാനസിയുടെ അച്ഛൻ ആൾമോസ്റ്റ് ഓക്കെ ആയപ്പോൾ കാർത്തിക് അവരോട് മെല്ലെ സംസാരിച്ചു. വിവാഹം ക്യാൻസൽ ചെയ്യേണ്ട. എന്ത്? അമ്മ കണ്ണു നിറച്ച് ചോദിച്ചു. ഈ സിറ്റുവേഷൻ സേവ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അവൻ്റെ കണ്ണുകൾ മാനസയിലേക്ക് നീങ്ങി. മാനസ റെഡിയാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കാം. മാനസ പെട്ടെന്ന് പിന്നോട്ട് നീങ്ങി. വാട്ട്? നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഈ സംസാരിക്കുന്നത്? അതെ, അവളുടെ കണ്ണു നിറഞ്ഞു. ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണുന്നില്ല. എനിക്കതിന് കഴിയില്ല. എന്നെ മനസ്സിലാക്കണം പ്ലീസ്. കാർത്തിക്കിൻ്റെ എക്സ്പ്രഷൻ മാറി.
എനിക്കും ഈ സാഹചര്യം ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഈ തീരുമാനം എടുത്തേ പറ്റൂ. മാനസ തലകുലുക്കി. ഇല്ല എന്ന് പറഞ്ഞ് അവൾ നേരെ നോക്കിയത് അച്ഛൻ്റെ അടുത്താണ്. അച്ഛൻ നെഞ്ഞിൽ പിടിച്ചിരിക്കുന്നു. അമ്മ കരയുന്നു. ബന്ധുക്കളുടെ ഗോസിപ്പ്. മാനസയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ നിമിഷം ഞാൻ കൂടി പിന്മാറിയാൽ വീണ്ടും എൻ്റെ കുടുംബം തകരും. അവസാനം കരഞ്ഞുകൊണ്ട് അവൾ തല കുനിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അതേ മണ്ഡപം, അതേ സ്റ്റേജ്. പക്ഷേ ബ്രൈഡ് മാറി. കണ്ണീരോടെ ഇരിക്കുന്ന മാനസ, ശാന്തമായിരിക്കുന്ന കാർത്തിക്. മുഹൂർത്ത സമയം. ടെമ്പിൾ ബെൽ മുഴങ്ങി. അങ്ങനെ കാർത്തിക്കിൻ്റെ താലി അവളുടെ കഴുത്തിൽ വീണു. വിവാഹത്തിന് ശേഷം കാർത്തിക്കിൻ്റെ വീട്ടിലെത്തിയിട്ടും അവർ സ്ട്രേഞ്ചേഴ്സിനെ പോലെയായിരുന്നു. ആദ്യ രാത്രി കാർത്തിക് കബോർഡിൽ നിന്ന് ബ്ലാങ്കറ്റ് എടുത്തു. നീ ബെഡിൽ കിടന്നു, ഞാനിവിടെ സോഫയിൽ കിടന്നോളാം. മാനസ കൺഫ്യൂസ്ഡായി. അവൻ അവളുടെ നേരെ നോക്കി. ഈ മാരേജ് ഇങ്ങനെയൊക്കെയായി കംഫർട്ടബിൾ ആകാൻ ടൈം എടുക്കും. നിനക്ക് ദേഷ്യമാണെന്നറിയാം. 1 വർഷം നീ അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ ഡിവോഴ്സ് നോട്ടീസ് തരാം. ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. സെയിം ഹൗസ്, സെയിം റൂം, സെയിം കോൺവെർസേഷൻ. കോഫി. ഓഫീസ് പോകുവാണോ? അതെ. ഫുഡ്. ഇത്ര തന്നെ അവരുടെ പരസ്പര സംസാരം. ഒരു ദിവസം മാനസ കോളേജ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് ലേറ്റായി വീട്ടിലെത്തി. ഗേറ്റ് തുറന്നപ്പോൾ കാർത്തിക് പുറത്തു നിന്നിരുന്നു. അവൻ്റെ മുഖത്ത് നല്ല ഗൗരവം നിറഞ്ഞിരുന്നു. ഫോൺ എടുക്കാൻ പറ്റില്ലേ? മാനസൊന്ന് ഷോക്കഡായി. ബാറ്ററി ഡെഡ് ആയിരുന്നു. എത്ര തവണ നിന്നെ കാൾ ചെയ്തെന്നറിയാമോ? ആദ്യമായി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ജെനുവിൻ വെറി ഉണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ടെൻഷൻ അടിച്ചു. ലേറ്റ് ആവുമെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ? അത് നമുക്കിടയിൽ ശീലമല്ലല്ലോ എന്ന് പറഞ്ഞ് ആൾ ഉള്ളിലേക്ക് നടന്നു. ആൾ വേഗത്തിൽ ചെന്നവന് ഫുഡ് വിളമ്പിക്കൊടുത്തു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം ബിസിനസ് പാർട്ടിക്കായി ഫസ്റ്റ് ടൈം അവളെയും കൂട്ടി. അവൾക്ക് അവിടുത്തെ ആംബിയൻസ് ഒന്നും അത്ര പിടിച്ചില്ല. കാർത്തിക് അവൻ്റെ ബിസിനസ് ഫ്രണ്ട്സുമായി എൻജോയ് ചെയ്യുകയാണ്. ഒരു ലേഡി വന്ന് കാർത്തിക്കിനോട് ക്ലോസായി സംസാരിക്കാൻ തുടങ്ങിയതും മാനസികത കണ്ട് ഇറിറ്റേഷനായി. ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ചിരിച്ചും സംസാരിക്കാൻ അറിയൂ? അവൾ അവിടെ നിന്നും മാറി നിന്നു. തിരിച്ചു വരുമ്പോൾ കാർത്തിക് ചെറിയൊരു സ്മൈലോടെ അവളോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി? കുഴപ്പമില്ല. ഏതാണ് ആ ലേഡി നിങ്ങളോട് ക്ലോസായി സംസാരിച്ചിരുന്നേ? ഓ, അത് മീര, മൈ ബിസിനസ് പാർട്ട്ണർ. അതിനെന്താ ഇത്ര ക്ലോസ് ആവുന്നേ? അവൾ നിങ്ങളെ ഹഗ് ചെയ്തില്ലേ? കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നതിനാ? ഇങ്ങനെയാണോ ബിസിനസ് പാർട്ട്നേഴ്സ്? അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. എന്താ ജീലസ് ആയോ നിനക്ക്? യെസ്, ബിക്കോസ് ഷീ ഈസ് ടച്ചിങ് മൈ. മാനസ പെട്ടെന്ന് നിർത്തി. കാർത്തിക് ഗൗരവമുയർത്തി ചോദിച്ചു, യുവർ ഹസ്ബൻഡ്? മാനസ ഒന്നും മിണ്ടാതെ കാറിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. അവളുടെ കവിളിൽ ചെറിയൊരു ബ്ലഷ് വന്നു. ആ ദിവസത്തിന് ശേഷം അവർ സ്ലോലി ക്ലോസായി. മോർണിംഗ് കോഫി കുടിക്കുന്നതും നൈറ്റ് ഡിന്നർ കഴിക്കുന്നതും ഒരുമിച്ചായി. വീക്കെൻഡിൽ ചെറിയ ഷോപ്പിൽ, പരസ്പരം ചെറിയ പുഞ്ചിരികൾ. ഒരു ദിവസം മാനസ സിക്കായ ദിവസം കാർത്തിക് മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് വീട്ടിലിരുന്നു. മെഡിസിൻ കൊടുത്തും സൂപ്പുണ്ടാക്കിയും അവളെ കെയർ ചെയ്തു. ഇത്ര കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവൾ സിമ്പിളായി പറഞ്ഞു. ഭാര്യയ്ക്ക് വയ്യെങ്കിൽ കെയർ ചെയ്യില്ലേ? ആ വാക്കുകളുടെ മനസ്സിൽ ടച്ച് ചെയ്തു. അവളൊന്നും മിണ്ടാതിരുന്നു. പക്ഷേ ലൈഫ് ഈസി ആയിരുന്നില്ല. ഒരു ദിവസം മാനസയുടെ ചേച്ചി മാളവിക തിരിച്ചു വന്നു. അവൾ പോയ ആൾ ടോക്സിക് ആയിരുന്നു. അവൻ അവളെ ചീറ്റ് ചെയ്തു. പണമെല്ലാം എടുത്തു. അവൻ അവളെ ഒഴിവാക്കി. ഫാമിലി വീണ്ടും അങ്കലാപ്പിലായി. വീണ്ടും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഗോസിപ്പ്. ഒരു ദിവസം ദേഷ്യത്തിൽ മാളവിക മാനസയോട് ഇങ്ങനെ പറയുന്നു, എൻ്റെ ജീവിതം നശിപ്പിച്ചത് നീ കാരണമാണ്. മാനസ തറഞ്ഞു നിന്നു. എന്ത്? ഞാൻ കാരണമോ? നീ ഇല്ലായിരുന്നെങ്കിൽ കാർത്തിക് വെയിറ്റ് ചെയ്തേനെ. ആ വാക്ക് മനസ്സിൽ കത്തിക്കൊണ്ട് കുത്തും പോലെ മനസ്സിൽ ഹേർട്ടായി. അന്ന് രാത്രി മാനസ ബാഗ് പാക്ക് ചെയ്തു. ടേബിളിൽ ഒരു ലെറ്റർ എഴുതി വെച്ചു. ഞാൻ പോയാൽ എല്ലാം ഈസിയാവും. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് വരെ എത്തിയപ്പോൾ കാർ ഹെഡ്ലൈറ്റ് മുഖത്തേക്കടിച്ചു. നോക്കുമ്പോൾ കാർത്തിക്. നീ എവിടേക്കാ? പുറത്ത് നല്ല മഴയാ. ഞാൻ പോകുവാണ്. എങ്ങോട്ട്? എന്തിന്? നിങ്ങളുടെ ജീവിതം കോംപ്ലിക്കേറ്റായി. മാളവിക ചേച്ചിയുടെയും. ഇതിനെല്ലാം കാരണം ഞാനാണ്. കാർത്തിക് ഡീപ്പ് ബ്രത്ത് എടുത്തു. കാറിൽ കയറും? ഇല്ല, ഞാൻ വരുന്നില്ല. പ്ലീസ് കയറ്. ഒടുവിൽ അവൻ അവളെ കാറിൽ കയറ്റി വണ്ടി വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെ ബാൽക്കണിയിൽ രണ്ടുപേരും ഒന്നും മിണ്ടാതെ കുറച്ചു നേരമായി പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. പുറത്ത് നല്ല മഴയുടെ സൗണ്ട്. കാർത്തിക് സംസാരിക്കാൻ തുടങ്ങി. ആദ്യമായി അവൻ ഓപ്പൺ ആയി സംസാരിച്ചു. ഈ മാരേജ് ആക്സിഡൻ്റ് ആയിരുന്നു.
ആദ്യം റെസ്പോൺസിബിലിറ്റി ആയി കണ്ടു. പക്ഷേ ഇപ്പോൾ വീട്ടിൽ വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് തന്നെയാണ്. ഫുഡ് കഴിച്ചോ നോക്കുന്നത് നിന്നെ, ലേറ്റ് ആയാൽ ടെൻഷൻ വരുന്നത് നിന്നെക്കുറിച്ച്. ഇത് സ്നേഹമാണോ എന്നറിയില്ല. പക്ഷെ നീയില്ലാത്ത വീട്ടിലേക്ക് വരാൻ ഇനി എനിക്ക് കഴിയില്ല. മനസ്സ് കരയാൻ തുടങ്ങി. എന്തിനാ ഇപ്പോൾ കരയുന്നേ? ഞാനും നിങ്ങളെ മിസ് ചെയ്യും. കുറച്ചു നേരം നിശബ്ദത തുടർന്നു. മഴ ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുന്നു. കാർത്തിക് സ്ലോലി അടുത്തു വന്നു. നിനക്ക് പോകണോ, അതോ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായി ഇവിടെ തന്നെ നിൽക്കണോ? മനസ്സ് കരഞ്ഞുകൊണ്ട് തല കുനിച്ചു. എനിക്ക് പോകണ്ട, അവൾ മെല്ലെ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി പറ, ഇനി എന്തിനാ കരയുന്നേ? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. അവൾ ഷൈയായി ചിരിച്ചു. അടുത്ത നിമിഷം അവൻ അവളുടെ അരികിലേക്ക് നീങ്ങി. ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ? അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളും അവനോട് ചേർന്ന് നിന്നു. പുറത്ത് ശക്തമായ മഴയുടെ ആരവം കൂടി വന്നു. കുറച്ചു നേരം അവർ അങ്ങനെ തന്നെ നിശബ്ദമായി നിന്നു. അവനിൽ നിന്നും മാറാൻ നിന്നതും അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. ഇനി ഇന്നു മുതൽ ഈ മുഖത്ത് സങ്കടം പാടില്ല, ചിരിച്ച മുഖമാവണം. അവൾ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. ഇതാണ് നിന്റെ മുഖത്തിന് ഭംഗി, അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്ത് ചുണ്ടിലേക്ക് നീങ്ങിയതും അവൾ അവനിൽ നിന്നും കുതറി മാറി ഉള്ളിലേക്ക് ഓടി. അവൻ ചെറുപുഞ്ചിരിയോടെ അവൾ പോകുന്ന നോക്കി അവിടെ തന്നെ നിന്നു. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. കാർത്തിക് ചിരിച്ചുകൊണ്ട് മാനസയോട് ചോദിച്ചു. ഈ 1 വർഷം കഴിഞ്ഞാൽ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മാനസ ബാഗിൽ നിന്നും ഒരു പേപ്പർ എടുത്തു. അവൻ പെട്ടെന്ന് നെർവസായി. ഇതെന്താ? ഇത് പ്രഗ്നൻസി റിപ്പോർട്ട്. കാർത്തിക് കുറച്ചു നേരം ഫ്രീസായി. മാനസ, അവൾ കണ്ണു നിറച്ച് ചിരിച്ചു. ഇപ്രാവശ്യം നമ്മുടെ സ്റ്റോറി കംപ്ലീറ്റ് ആകാൻ പോകുന്നു. അവൻ അവളുടെ നെറ്റിയിൽ കിസ് ചെയ്തു. അല്ല, ഇപ്പോഴാണ് തുടങ്ങുന്നത്. നമ്മുടെ സ്നേഹത്തിൻ്റെ തുടക്കം ആണിത്.